ഹലോ, നമസ്കാരം. ഞാൻ അജയ് ഘോഷ് കെ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവം ഉണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് മനുഷ്യരുടെ ഒരു ചിന്തയിൽ എപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ് ദൈവം ഉണ്ടോ ഇല്ലേ. അത് ഇന്നു മുതലല്ല, പ്രാചീന കാലം, അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം മനുഷ്യർ ഉണ്ടായ കാലം മുതലുള്ളതാണ്. അതായത് മനുഷ്യരുണ്ടായ കാലം മുതലല്ല, മനുഷ്യർക്ക് കുറച്ച് മസ്തിഷ്കം വികസിച്ചതിന് ശേഷം ഉണ്ടായ ഒരു ചിന്തയാണ് ഈ ദൈവം ഉണ്ടോ ഇല്ലയോ. തുടക്കത്തിൽ, അതായത് ആദിമ മനുഷ്യരുണ്ട്, ഗുഹകളിലും താമസിച്ച് തുരുത്തുപോലൊക്കെ കൊടുത്ത് മൃഗങ്ങളെ വേട്ടയാടി ആദിമ മനുഷ്യരുടെ ഒരു കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ഈ ചോദ്യം, ദൈവം ഉണ്ടോ ഇല്ലയോ. അവർ ആദ്യം ദൈവത്തെ കണ്ടെത്തിയത് തീയിൽ നിന്നാണ്. തീ ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയാം. തീ ഉണ്ടായത് കല്ലുകൾ തമ്മിൽ ഉരസുമ്പോൾ, അതായത് നല്ല കാറ്റടിക്കുമ്പോഴോ കല്ലുകൾ തമ്മിൽ ഉരസുമ്പോൾ തീ ഉണ്ടാകും. ആ തീ കാടിന് പിടിക്കും, അങ്ങനെ തീ ഉണ്ടാകും. അങ്ങനെ തീയിൽ നിന്നും മനുഷ്യൻ ആദ്യം കണ്ടെത്തിയത് ഇതാണ് ദൈവം എന്ന്. അപ്പോൾ ഈ തീ എന്തോ ഒരു അത്ഭുതമായിട്ട് അവർക്ക് തോന്നും. എന്തോ ഒരു ഭയാനക ഒരു ഇതാണ്, അതിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. അപ്പം നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചൂടടിക്കുന്നുണ്ട്, പുറകോട്ട് പോകും. അവർക്കൊരു പേടിയുണ്ട്. പേടിയിൽ നിന്ന് അവർ മനസ്സിലാക്കി ഇതായിരിക്കും ദൈവം. അത് കഴിഞ്ഞ് കൊടുങ്കാറ്റും അടിച്ചു, ഇടിമിന്നലുണ്ടായി. ശക്തിയായ ഇടിമിന്നൽ അവർക്ക് കൊല്ലാൻ മിന്നിയുമ്പോൾ അവർക്ക് തോന്നിയത് ഇതായിരിക്കും ദൈവം. അങ്ങനെ ഇടിമിന്നലും തീയിൽ നിന്നും അവർ ഭയപ്പാടിൽ നിന്ന് ഉണ്ടായ ഒരു ചിന്താഗതിയാണ് ഈ ദൈവം എന്നുള്ള സങ്കല്പം. അങ്ങനെ അവരുടെ തുടക്കത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തിൽ നിന്നാണ് ദൈവം എന്ന ചിന്ത ഉണ്ടായത്. നല്ല ശക്തിയായ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അവർ പേടിച്ച് വിറച്ച് ഗുഹകളിൽ അഭയം തേടി. അപ്പോൾ അവർ മനസ്സിലാക്കി ഇതായിരിക്കും ദൈവം. കല്ലുരസി കാടുകൾ കത്തുമ്പോൾ അടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോകുമെന്ന് മനസ്സിലായി, ചിന്ത ഉണ്ടായി. അവർ ഓടി ഗുഹകൾ അഭയം പ്രാപിച്ചിട്ട് ഇതായിരിക്കും ദൈവം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആദിമ മനുഷ്യരിൽ കൂടി ഈ ദൈവത്തിൻ്റെ ഒരു ചിന്ത വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ കാലക്രമേണ അവർ പുരോഗമിച്ച് ഈ ആധുനിക യുഗത്തിലെത്തിയപ്പോഴും ഇതേ ചിന്ത തന്നെയാണ്. ആ ദൈവം അത്ഭുതം കാട്ടുന്ന ആളാണ്, മിസ്റ്ററി കാട്ടുന്ന ആളാണ്, മിറാക്കിൾ കാട്ടുന്നവനാണ് ദൈവം. അപ്പം അവർക്ക് ഒരു കാര്യം, ദൈവം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് വിഭിന്നമാണ്, അമാനുഷിക ശക്തിയുള്ള ഒരു എനർജിയാണ് എന്ന് ഈ ആധുനിക മനുഷ്യർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് അവർ കല്ലുകൾ വെച്ച് ആരാധന തുടങ്ങി, വിഗ്രഹ ആരാധന തുടങ്ങി. അങ്ങനെ കുറച്ച് പേര് വിഗ്രഹത്തെ അല്ലാതെ പ്രകൃതിശക്തിയെ ആരാധിക്കാൻ തുടങ്ങി, കുറച്ച് കല്ലുകൾ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. കുറച്ച് പേര് കല്ലുകളൊന്നുമില്ലാതെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ മതങ്ങളുണ്ടായി. മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മതങ്ങളിൽ കൂടി അവർ
ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ മറ്റൊരു ഭാഗം കൂടി ഉണ്ടായി. അത് സാത്താൻ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ്റെ ഒരു കൂട്ടം ഇതിനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ അവരുടെ ഒരു സംഘം മനുഷ്യരിൽ ഉണ്ടായി. അങ്ങനെ ചെകുത്താനെ വെച്ച് അവരും ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചെകുത്താനെ ആരാധിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും എന്ന രണ്ട് വർഗം ഉടലെടുത്തു. അങ്ങനെ രണ്ട് വിഭാഗക്കാർ വന്നപ്പോഴാണ് ഒരു കൂട്ടരെ രാക്ഷസന്മാരെന്ന് മറ്റൊരു കൂട്ടരെ ദേവന്മാരെന്ന് പേര് വിളിച്ചു തുടങ്ങി. അതായത് അസുരന്മാരും ദേവന്മാരും. അങ്ങനെ ഹിന്ദുക്കളിലാണ് ഈ ദേവന്മാരും അസുരന്മാരും ഉണ്ടായത്. പിന്നീട് ഹിന്ദുമതമാണ് നമുക്ക് ആദ്യ മതം. നമ്മൾ മതമല്ല എങ്കിലും ഒരു സംസ്കാരം, പുരാതന കാലം പോലെയുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ ഹിന്ദുമതം. ഹിന്ദുമതത്തിൽ നിന്നുണ്ടായതാണ് ഈ ദേവന്മാരും അസുരന്മാരും. അപ്പോൾ പിന്നീട് ഉണ്ടായതാണ് ക്രിസ്തുമതവും മുസ്ലിം മതവും ബുദ്ധമതവും ബുദ്ധമതവും എല്ലാം പിന്നീടുണ്ടായത്. ഒരുപാട് മതങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട മതങ്ങളുടെ കാര്യം ഞാൻ പറയും. അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനും ചിന്തിക്കാനും അവരെ പ്രാർത്ഥിക്കാനും ഒക്കെ വേണ്ടിയ ഉള്ള ഒരു ചട്ടക്കൂടാണ് മതങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഉള്ള ഒരു ചട്ടക്കൂടാണ് ചെകുത്താൻ്റെ വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. ചെകുത്താൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം, ഇങ്ങനെ രണ്ട് വചനങ്ങൾ. ചെകുത്താൻ്റെ വചനങ്ങൾ കേട്ടവരൊക്കെ അസത്യത്തിലും ദുഷ്കർമ്മത്തിലേക്കും അങ്ങ് പഴുതു വീണ് പോയി. ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടവർ സത്യത്തിലേക്കും സത്കർമ്മത്തിലേക്കും പഴുതു വീണ് പോയി. ഇങ്ങനെ രണ്ട് വിവാഹം ഭൂമിയിൽ ഉടലെടുത്തത്. ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം പിന്നീട് പല നൂറ്റാണ്ടുകളായി ഉണ്ടായിക്കൊണ്ട് ഒരു കൂട്ടർ പെരുകും, അതായത് അസുരർ കൂട്ടർ പെരുകും. ദേവന്മാർ ഒരു ദേവനെ അവതാരമായിട്ട് അയക്കും. ഈ അവതാരം ചെന്നിട്ട് അസുരന്മാരെ നിഗ്രഹിക്കും. വീണ്ടും ദൈവലോകം അവിടെ ഉണ്ടാകുക, സത്യലോകം, അതായത് ദൈവത്തിൻ്റെ ലോകം. അതാണ് അവതാരത്തിൻ്റെ ലക്ഷ്യം. ഒരു അവതാരം ജന്മം എടുത്ത് അസുരന്മാരെ കൊണ്ടിട്ട് അവർ ദൈവലോകം ഉണ്ടാക്കുക. അതാണ് ഈ അവതാരങ്ങളുടെ ഉദ്ദേശവും. അങ്ങനെ ഓരോ നൂറ്റാണ്ടുകൾ തോറും പുരോഗമിച്ചു, കാലക്രമേണ പുരോഗമിച്ചു വരുമ്പോൾ ഓരോ ഇവർ പെരുകും. ആര്? ഈ ചെകുത്താന്മാർ അടങ്ങിയിരിക്കത്തില്ല. അവർ അങ്ങ് പെരുകിക്കൊണ്ടിരിക്കുമ്പം ദൈവം ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ ഒരു അവതാരത്തിന് ഇങ്ങോട്ടായി അയാൾ വന്ന് ഒരു വൈകി അസുരന്മാരെല്ലാം മൊത്തം പോകും. വീണ്ടും ദേവന്മാരുടെ കയ്യിലായി അവകാശം. അവർ കുറേ നാളിങ്ങനെ വലിച്ചെടുക്കുന്നു. ചെകുത്തന്മാരും വീണ്ടും വന്നിട്ട് അങ്ങ് പെരുകും, കൈക്കലാക്കും. അങ്ങ് ഇതെല്ലാം പിടിച്ചുപറി തന്നെ, മൊത്തം പിടിച്ചുപറി. ചെകുത്തന്മാർ പിടിച്ചുപറിച്ച് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേവന്മാർ കയറി ആക്രമിച്ച് അത് കീഴടക്കും. ദേവന്മാരുടെ കൈവശം കൈയിരിക്കുമ്പോഴാണ് ഈ ഭൂമി ദേവന്മാരുടെ കയ്യിരിക്കുമ്പോഴാണ് ചെകുത്താന്മാർ വന്ന് ആക്രമിച്ചത്. അവർ കൈക്കലാക്കും. ഇത് തന്നെ ചെകുത്താനും ദൈവവും തമ്മിലുള്ള ഒരു യുദ്ധമാണ്, ഒരു പോരാട്ടമാണ് പുരാതന കാലം പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത് നേരിട്ടല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തിയായിട്ട് ദേവന്മാരും ഈ രാക്ഷസന്മാരും ഇന്നുമുണ്ട്. അവർ തമ്മിലുള്ള പോരാട്ടം ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്കത് അറിയാൻ കഴിയുന്നില്ലെന്ന് മാത്രം. അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ, പിന്നെ അസാധാരണ മരണങ്ങൾ, അസാധാരണമായ സംഭവങ്ങൾ, അതായത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ,
ഇടിമിന്നൽ, പിന്നെ ഭൂകമ്പങ്ങൾ, സുനാമി, മഴ, തോരാത്ത മഴ, കൊറോണ, വൈറസ് മൂലമുള്ള രോഗങ്ങൾ തുടങ്ങിയവ ഈ ദുരാത്മാക്കളും ദൈവങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.